അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷയിൽ ആറാന്തരത്തിലെ താരീഖിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെക്ഷൻ 1 യോജിച്ചവ ചേർക്കാം. അതിൽ 8 ചോദ്യങ്ങളാണുള്ളത്. 1 ഉലുൽ അസ്മുകൾ 5 ആണ്. 2 ഇസ്രായേൽ വംശത്തിൻ്റെ നാട് കനാന്. 3 4 വർഷവും 9 മാസവും ഭരണം നടത്തി അലി റളിയല്ലാഹു അൻഹു. 4 സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ ആണ്. 5 കള്ളപ്രവാചകൻ സജാ. 6 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. 'ഹന്തമ. 7 ഇമാം അബുൽ ഹസൻ അശ്അരിയുടെ ജനനം ബസറ. 8 ഇമാം അബൂ മൻസൂറിൽ മാതുരീദി അറിയപ്പെടുന്ന പേര് ഇമാമുൽ ഹുദ. സെക്ഷൻ 2 വ്യക്തമാക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജന്മസ്ഥലം ഫലസ്തീനിലെ അസ്സ. 2 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. 3 ഇമാം മാലിക് ബിൻ അനസ് ജനിച്ച ഹിജറ വർഷം ഏത്? ഹിജറ 93. 4 ഇമാം അബൂ ഹനീഫയുടെ സാക്ഷാൽ നാമം നുഅ്മാൻ. 5 ബനൂ ഹാഷിമിലെ 1-ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു. ഇനി സെക്ഷൻ 3 2 വീതം എഴുതാം. താബിഈ ഉലമാക്കളിൽ പ്രധാനികൾ. രണ്ടെണ്ണം വീതം എഴുതാനാണ് പറയുന്നത്. 1 ഹമ്മാദ് ബിൻ അബി സുലൈമാൻ, നാഫി, ഇക്രിമ, അതാ, ഖതാദ, സുഹരി, യഹ്യ ബിൻ സഈദ്, അബൂ ഇസ്ഹാഖ് എന്നീ സഹാബികളാകുന്നു. 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. നാവികസേന രൂപീകരിച്ചു. പോലീസ് സേന രൂപീകരിച്ചു. മുഅദ്ദിനുകൾക്ക് വേതനം പുനഃക്രമീകരിച്ചു. ഇനി 3 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ. ഷാം നാടുകൾ, ഈജിപ്ത്, ഫലസ്തീൻ, തൊറാബ്ലസ്, ഫാരിസിയ, നഹാവന്ത്, ഇസ്ബഹാൻ, പേർഷ്യ, അന്താക്കിയ, ദിമഷ്ക്, തിക്രീത്ത്, മൊറോക്കോ, ആദർബൈജാൻ, സിജിസ്ഥാൻ, ജോർദാൻ. ഇനി 4 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ. അതിന് ആൻസർ ഖുതൈലത്ത് ബിൻ അബ്ദുൽ ഉസ്സ, ഉമ്മു റൂമാൻ ബിൻതു ആമിർ. ഇനി സെക്ഷൻ 4 ഉത്തരം എഴുതാം. ഇമാം മാതുരീദി വഫാത്തായ ഹിജറ വർഷം ഏതാകുന്നു? അതിന് ആൻസർ 333. 2 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിൽ എത്ര പേർ പങ്കെടുത്തു? ഉദ്ദേശം 8 ലക്ഷം പേർ. 3 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് 4 മക്കൾ ആരെല്ലാം? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ 4 മക്കൾ ആരെല്ലാം? 1 മുഹമ്മദ്, ഹസൻ, ഫാത്തിമ, സൈനബ്. 4 ഇമാം അബൂ ഹനീഫ കൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ്? ഇതിന് ആൻസർ ബഗ്ദാദിലെ മഖ്ബറത്തുൽ ഖൈസറാനിലാകുന്നു. 5 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം എന്നായിരുന്നു? ഗോത്രമേത്? ക്രിസ്താബ്ദം 584. ഖുറൈശിയിലെ ബനൂ അദി ഗോത്രക്കാരനാകുന്നു. സെക്ഷൻ 5 ഭരണകാലം എഴുതാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 2 വർഷവും 3 മാസവും. 3 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. 4 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 10 വർഷവും 6 മാസവും 4 ദിവസവുമാകുന്നു. സെക്ഷൻ 6 പൂരിപ്പിക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷൈബാൻ ഗോത്രത്തിലെ ഹംബൽ മകൻ മുഹമ്മദ് എന്നിവരുടെയും സഫിയ്യ എന്നവരുടെയും മകനായി ഹിജറ 1664 ബഗ്ദാദിലായിരുന്നു ജനനം. ഇത്രയും കാര്യങ്ങളാണ് ആറാന്തരത്തിലെ താരീഖിൽ നിന്ന് വാർഷിക പരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പഠിച്ച് തയ്യാറാകണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.